ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1621. ഇന്ന് ജൂൺ മാസം 8-ാം തീയതി 160-ാമത്തെ ദിവസത്തിലെത്തി. അധ്യാപകരോട് തന്നെയാണ് ഈ നല്ല പുലരി മിണ്ടുന്നത്. ഇപ്പോഴും കുഞ്ഞുങ്ങളെ എന്തേ ഒന്ന് തേടി തൊടാത്തത് എന്ന് ആരൊക്കെയോ ആലോചിച്ച് നെറ്റിചൊളിക്കുന്നുണ്ടാവും. എന്തുമാത്രം ആദരണീയരാണ് നമ്മളുടെ അധ്യാപകര്, ഗുരുക്കന്മാര്, ആചാര്യന്മാര്. അങ്ങനെ വിരലേൽ എണ്ണാവുന്ന അപൂർവം ചില ആചാര്യന്മാരെയൊക്കെ വ്യക്തിപരമായി നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നിടത്ത് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ആദരവിൽ തന്നെയാണ്, ആ സ്നേഹത്തിൽ തന്നെയാണ്, ആ ഒരു ബന്ധത്തിലാണ് മിണ്ടുന്നത്. ക്ലാസ് മുറികളിൽ പതിയെ ജയിലറകളായിട്ട് മാറുന്നതിനെ കുറിച്ച് സങ്കടപ്പെട്ടത് നല്ല അധ്യാപകൻ കൂടിയായ പ്രിയപ്പെട്ട മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ മാഷാണ്. ക്ലാസ് മുറികളൊക്കെ പതിയെ ജയിലുകളാവുകയും വിദ്യാർത്ഥികളൊക്കെ വലിയ കുറ്റവാളികളായി മാറുകയും ചെയ്തൊരു കാലം. ചെറുതുകളുണ്ടാവും, ശരീരവലിപ്പം കൊണ്ടും മനസ്സുകൊണ്ടും സാഹചര്യം കൊണ്ടും സ്വയം ചെറുതായിപ്പോയ, ദുർബലരായിപ്പോയ ആരൊക്കെയോ. പലതുകൊണ്ടാണ്, പലരെ കൊണ്ടാണ് അവർ പരിക്കുകൾ ഉണ്ടായത്. അവരെ ഒന്ന് കണ്ടെത്താനും ചേർത്ത് പിടിക്കാനും ഒന്ന് ആഞ്ഞ് പരിശ്രമിക്കേണ്ടതാണ്. അത്തരം ചില ആചാര്യ ശുശ്രൂഷകൾ കൂടിയുണ്ട് ഈ ഒരു പാഠ്യഭാഗത്തിന്റെ കൈമാറ്റത്തിനും അപ്പുറത്ത്. അറിവ് ശരിക്കും വെളിച്ചമാണ്. ആ വെളിച്ചം പകർന്നു കൊടുക്കുന്നതിലൂടെ അവനവനെ തന്നെ കണ്ടെത്താനായിട്ട് ഒരു കുഞ്ഞുങ്ങളെ സഹായിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. എന്തായാലും അപ്പനമ്മമാര് അവരെ നമുക്ക് തൽക്കാലം വിടേണ്ടി വരും, ചില നേരത്തും കാലത്തും ഒക്കെ. വെറുതെയാണ്, ക്ഷമിക്കണം. അവര് നന്നാകാൻ പോകുന്നില്ല. അവര് അങ്ങനെ ആയതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആയതെന്ന് ചില നിഗമനങ്ങൾ എത്തേണ്ടി വരും. അപ്പോഴും നമ്മള് കാര്യകാരണങ്ങൾ അന്വേഷിച്ച് കുറ്റം ആരോപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ ഒരു കാരണത്തെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ, ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പരിഹരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, അവർ പുറത്തു നേരിടുന്ന സകല പ്രശ്നങ്ങളെ. അങ്ങനെ അത്രത്തോളം ഉള്ളൊരു ആത്മബന്ധമാണ് അധ്യാപകരും വിദ്യാർത്ഥികളും അവർക്കിടയിൽ രൂപപ്പെടേണ്ടത്. അങ്ങനെ ഒന്ന് ശ്രമിക്കണം. നിങ്ങളെ ഉള്ളൂ ശരിക്കും അവർക്ക്. അതൊന്ന് ഓർക്കും നല്ലതാണ്. അപ്പനമ്മമാരെ കിട്ടിയിട്ടുണ്ടാവില്ല, കിട്ടേണ്ടതുപോലെ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. സഹോദരങ്ങൾക്കിടയിലും ആ സ്നേഹമൊന്നുമല്ല ആരോ വിതച്ചത്, ശണ്ടയാണ്. അങ്ങനെ പതിയെ പതിയെ അവർ ഇങ്ങനെയായി. ആ കുഞ്ഞുങ്ങൾ സ്വയം വെറുക്കുവാനും പിന്നീട് സകലരെയും വെറുപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നവരെ രക്ഷിക്കാനായിട്ട് ഒരുപക്ഷെ ഭൂമിയിൽ ദൈവം കണ്ടെത്തിയ അവസാന സാധ്യതയാവാം നിങ്ങളും അധ്യാപകരായ നമ്മൾ ഓരോരുത്തരുമൊക്കെ. ഒന്ന് പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കേണ്ടതാണ്. ആമേൻ.